എല്ലാവർക്കും നമസ്കാരം. ലെസൺ 2ലേക്ക് സ്വാഗതം. എല്ലാ പ്രായക്കാർക്കും നാട്യശാസ്ത്രം പഠിക്കാം കേട്ടോ. ഇത് പരമമായ അറിവാണ്. അതിന് പ്രാക്ടിക്കൽ നിർബന്ധമുണ്ടോയെന്നൊന്നുമില്ല. തിയറി പഠിക്കുന്നവർക്ക് തിയറി പഠിക്കാം, പ്രാക്ടിക്കൽ ആവശ്യമുള്ളവർ പ്രാക്ടിക്കൽ പഠിച്ചോട്ടെ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 99 വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശി പെർഫോം ചെയ്യുന്നത് ഞാൻ ഈയിടെ കണ്ടിട്ടുള്ളതാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെന്ന്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഓഡിയൻസ് എനിക്ക് വരുന്നത് 45-നും 65-നും ഇടയ്ക്കുള്ള ഓഡിയൻസ് വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മുന്നോട്ട് പോവാം. ഇന്ന് പറയാൻ പോകുന്നത് വേദം എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ഈ ഒരു വേദത്തിന് വ്യാസഭഗവാൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വ്യാസൻ. അദ്ദേഹം 4 തിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളുടെയും ഏറ്റവും സെൻട്രൽ പോർഷനിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് യജുർവേദത്തിൻ്റെ അകത്ത് വരുന്ന ശ്രീരുദ്ര മഹാമന്ത്രം എന്ന് പറയുന്ന ആ ഭാഗമാണ്. അതിൽ തന്നെ 4 വേദവും എടുത്ത് കണ്ട് നോക്കിയിട്ട് പകുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സെൻറ്ററിൽ വരുന്ന വാക്കാണ് വേദത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. 4 വേദവും അരച്ച് കലക്കി നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ കിട്ടുന്നത് ആ വാക്കാണ്. ആ വാക്ക് ഇതാണ്: നമ ശിവായ. ശിവനെ നമിക്കുക. നമ ശിവായ എന്ന മന്ത്രമാണ് വേദത്തിൻ്റെ സാരം. 4 വേദവും കൂടെ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു കൂട്ടിയാലും അതിൻ്റെ അർത്ഥം അതാണ് വരിക. ഓക്കെ. ഇനി 5ാമത്തെ വേദം എന്ന് പറയുന്നത് നാട്യശാസ്ത്രത്തിന് നമ്മൾ 5ാമത്തെ വേദം, പഞ്ചമവേദം എന്നൊക്കെ പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ ഈ ഋഗ്വേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നും സാമത്തിൽ നിന്നും അഥർവവേദത്തിൽ നിന്നൊക്കെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടാണ്, അറിവുകൾ മൊത്തമായിട്ട് സംയോജിപ്പിച്ചെടുത്തിട്ടാണ് നാട്യവേദം ഉണ്ടാക്കിയത്. അത് ഭരതമുനിക്ക് കൊടുത്തപ്പോൾ ഭരതമുനി അത് ചിട്ടപ്പെടുത്തി നാട്യശാസ്ത്രമാക്കിയിട്ട് നമുക്ക് തന്നു. ഭരതമുനീൻ്റെ കാലഘട്ടം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഭരതമുനീൻ്റെ കാലഘട്ടം ചരിത്രകാരന്മാർ പറയണത്, നമ്മുടെ നാട്യശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയണത് ക്രിസ്തുവിന് മുന്നേ ഉള്ള 200 വർഷമാണ്. ക്രിസ്തുവിന് മുന്നേ ഉള്ള 200 വർഷം, ക്രിസ്തു വരെയുള്ള 200 വർഷമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. പക്ഷേ ത്രേതായുഗത്തിലാണ് നാട്യവേദം ഉണ്ടായത്. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ അത്യാവശ്യം മനുഷ്യന്മാർ നല്ല രീതിയിൽ ക്ലേശിച്ചിട്ടുണ്ടായിരുന്നു, ഓരോരോ വിഷമങ്ങൾ കൊണ്ട്. അധർമ്മം പെരുകിയത് കൊണ്ടാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനും ആൾക്കാർക്ക് വിനോദത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ദേവന്മാർ പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ നാട്യവേദം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നാട്യശാസ്ത്രം ഭരതമുനി എഴുതി തന്നു, നമ്മളതിപ്പോൾ പഠിക്കണം. ഓക്കെ. ഈ വേദത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. പഞ്ചമവേദം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേദം ഒന്നേ ഉള്ളൂ, 4 വ്യാസഭഗവാൻ പകർത്തു. ബ്രഹ്മദേവൻ അതെന്ത് ചെയ്തു? 5ാമത്തെ ഒരു വേദമാക്കി തന്നു. 5ാമത് പഞ്ചമവേദം എന്നറിയപ്പെടുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അത് ആയുർവേദമാണ്. ആയുർവേദത്തിനെയും പഞ്ചമവേദം എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, നമ്മളത് ഡീൽ ചെയ്ത് തരും. ഓക്കെ. താങ്ക് യു.